ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൺഡേ ഈവനിങ് നമ്മളൊന്ന് പുറത്തിറങ്ങിയിരുന്നു. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും അതുപോലെ കുറച്ച് ഞണ്ടും മീനൊക്കെ കൂടുതൽ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതും പിന്നെ 2 നാടൻ ഞണ്ട് റെസിപ്പീസും ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്ന് വെച്ചെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണേ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കത്തീഫ് സിറ്റി മാളിൻ്റെ അടുത്തുള്ള വാവ് മാർട്ടിലേക്കാണ് കേട്ടോ. ഞാൻ ഇവിടേക്കാണ് ഈ പ്ലാസ്റ്റിക് ഐറ്റംസും അതുപോലെ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസും അതുപോലെ ചവിട്ടിയൊക്കെ മേടിക്കാൻ വരുന്നത് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സാധനങ്ങൾക്ക്. ഇതൊരു 5 റിയാൽ ഷോപ്പൊന്നുമല്ല, എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ്. നമ്മുടെ സിറ്റി മാളിൻ്റെ അടുത്തുള്ള റെഡ് ടാഗിൻ്റെയും മാക്സിൻ്റെയും നടുവിലായിട്ടാട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇത് ഏകദേശം എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് അധികവും ചവിട്ടിയാണ് കൂടുതലായിട്ട് എടുക്കുക. കാരണം ഇവിടുത്തെ ചവിട്ടി നന്നായിട്ട് ഈട് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ കിച്ചണിലേക്ക് ഒരു ലോങ് ആയിട്ടുള്ളൊരു ചവിട്ടി ആവശ്യമായിരുന്നു. അപ്പോൾ അത് നോക്കിയെടുക്കുമായിരുന്നു. അതുപോലെ കുട്ടികളെ ടോയ്സിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ സ്വിമ്മിങ്ങിൽ പോകുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാതരം എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഞാനിവിടെ കണ്ടൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മിറർ ഉണ്ടല്ലോ, ആ മിറർ, അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഫോണിൽ കാണുന്നതിനേക്കാട്ടിലും ഒന്ന് ചെറിയൊരു സൈസാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ദൂരെയുള്ളൂ കേട്ടോ ഇവിടേക്ക്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ ഇവിടേക്ക് തന്നെയാണ് വരിക. പിന്നെ അത് ഞാൻ മോനിക്ക് വേണ്ടി മേടിച്ചൊരു കളറിങ് സെറ്റാണ്. ഇതിൽ 8 പേജസ് വരുന്നുണ്ട് കേട്ടോ. 2 ബ്രഷും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ കുറച്ച് വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി. ബ്രഷ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് വേണ്ട കളറിൽ നിന്ന് അതിൽ തന്നെ എടുത്ത് കൊടുക്കാം. ആ സ്ക്വയർ ടൈപ്പിൽ കാണുന്നതൊക്കെ കളറുകളാണ് കേട്ടോ. ഇത് അവനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിക്കണു. അവൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കളർ കൊടുത്തിട്ടുണ്ട്. ഇവനിക്കില്ല ഈ കളറിങ്ങിനോടും ഡ്രോയിങ്ങിനോടും കേട്ടോ കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും സ്കെച്ചും പെൻസിലും ഒക്കെ പരന്ന് നടക്കും. ഇതാകുമ്പോൾ പിന്നെ എടുത്തു വെക്കാനും സുഖമാണ്. ഒരു ബ്രഷും ഈ പേജും മാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പം എനിക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. പിന്നെ നമുക്കില്ലേ കുറച്ച് ചെമ്മീനും ഞണ്ടും കൂടുതൽ കിട്ടിയിരുന്നു കേട്ടോ. ഇത് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് വീഡിയോ എടുക്കാതിരുന്നതാണ്. കാരണം അതിൽ കുറച്ച് കച്ചറ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടുവരുന്നത് എൻ്റെ കരുത്തേക്ക്. കാരണം ചാക്കിൽ ഇത് അത്രയും ഫ്രഷാണ്. ചാക്കിൽ ഇത് ചാവാൻ വേണ്ടിയിട്ട് ഐസ് കട്ടകളുണ്ടല്ലോ, വലിയ വലിയ ഐസ് കട്ടകൾ ഇട്ട് വെച്ചിട്ടാട്ടോ കൊടുന്നത്. ഞാനത് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ അതിൽ കുറച്ച് കച്ചറകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാഞ്ഞത്. എന്നിട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടാട്ടോ ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ കോസ്റ്റൽ ഏരിയയിലാവുകൊണ്ടേ നമുക്കിതുപോലെ ഫിഷും ക്രാബൊക്കെ കൂടുതൽ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചെമ്മീൻ സീസൺ ആവുകൊണ്ടാണ് ചെമ്മീൻ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അല്ലാന്ന് വെച്ചെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ കുറേ കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഒരു സമാധാനമാണ്. കാരണം പിന്നെ നമുക്ക് ചിന്തിക്കണ്ട നാളേക്കൽക്ക് എന്താ ഉണ്ടാക്കുക, എന്താ ഇപ്പോൾ മേടിക്കുക, അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തല്ല. മീനുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു ലെവലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതുപോലെ തോനെ മീൻ കിട്ടുന്നത്. ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ സിബ്ബർ ബാഗ് ഉണ്ടല്ലോ, ഇത് മേടിച്ചിട്ട് ഒരു നേരത്തേക്ക് ആവശ്യമായിട്ടുള്ള മീൻ അതിൽ ഫില്ല് ചെയ്ത് വെക്കും. എന്നാൽ പിന്നെ നമുക്ക് ആ സമയത്തിന് ആ ഒരു പാക്കറ്റ് മാത്രം എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ മതിയല്ലോ. അല്ല നമ്മൾ മൊത്തമായിട്ട് അങ്ങനെ വെക്കുകയെന്ന് വെച്ചെങ്കിൽ നമ്മളെല്ലാം വെള്ളത്തിലിട്ടിട്ട് പിന്നെ അത് തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യാം, അപ്പോൾ ഉപയോഗിക്കാനും കിട്ടും. പക്ഷെ മറ്റേതിന് ഒരു കുഴപ്പവും വരും ചെയ്യൂല. നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് അപ്പോൾ അതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ചെയ്യും. പക്ഷേ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ ഞാൻ എടുത്ത് തീർക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ ഫ്രിഡ്ജും നല്ല നീറ്റും ക്ലീനും ആയിട്ടിരിക്കും. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരും ചെയ്യൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ തോനൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതുപോലെ ക്രാബ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ക്ലീൻ ചെയ്തിട്ട് തന്നെ കേട്ടോ വെക്കുക. കാരണം ക്രാബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസർ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ഇതിൽ കുറേ വേസ്റ്റായിട്ട് പോകുന്നതുണ്ട്. ഞാനിതിൻ്റെ കാലൊന്നും എടുക്കില്ല കേട്ടോ. ഞാൻ ഈ ഗ്ലൗസ് ഉണ്ടല്ലോ, ഈ 2 സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ക്രാബിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വേസ്റ്റായിട്ട് പോകാനുണ്ട്. ക്രാബ് മേടിക്കുന്നത് ശരിക്കും നഷ്ടമാണ്. ചെറിയ ക്രാബൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ. വലിയ ക്രാബൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കാലൊക്കെ എടുക്കുക. പക്ഷേ ഇതിൻ്റെ കാലിൻ്റെ ഒന്നും മീറ്റൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഞാനിവിടെ സൗദി അറേബ്യയിൽ വന്നതിന് ശേഷമാണ് ഈ ക്രാബും ചെമ്മീനും നേരാക്കാനും കഴിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതിന് മുന്നേ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് സാധാ മീനും കാര്യങ്ങളൊക്കെ അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളടുത്ത് കൂടെ ഒന്നും അധികം ചെമ്മീനും കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ കഴിച്ചിരുന്നത്. ആദ്യമൊന്നും എനിക്ക് വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിക്കണോണ്ട് പിന്നെ അതങ്ങോട്ട് സെറ്റായി.
സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെയായിട്ടോ തോന്നിയിരുന്നത്. പക്ഷേ ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് നാടൻ രീതിയിൽ ഉണ്ടാക്കുകയെന്ന് വെച്ചെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനതിൻ്റെ റെസിപ്പി ഇതിലിടുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എനിക്ക് പറഞ്ഞു തരും ചെയ്യണേ. കാരണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കളർ കണ്ടിട്ടോ നമ്മൾ അധികത്തിൽ പെപ്പറാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. കൂടുതൽ മസാലകളൊന്നും ചേർക്കാതെ കുരുമുളകും പെരുംജീരകവും മാത്രം വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. ഇതുപോലെ ക്രാബ് അതുപോലെ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. നമ്മളെ വല്യമാരൊക്കെ ഉണ്ടാക്കുന്ന അതേപോലത്തെ ഒരു ടേസ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. അങ്ങനെ ഇതാ ക്രാബ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട പാകത്തിന് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിത് അതുപോലെ നടുവട്ട് ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ടേ കുക്ക് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ക്ലൗസ് മാത്രം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനിവിടെ അധികം ഈ രസം ഉണ്ടാക്കും, ഞണ്ട് രസം. ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് ഈ തണുപ്പ്, ഈ രാത്രിക്കൊക്കെ തോന്നുന്ന ഈ തണുപ്പ്, അതുപോലെ ജലദോഷം, ഈ വയ്യ പനി വരുന്ന പോലെ തോന്നുക എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ബെസ്റ്റാണ് ഈ ഞണ്ട് രസം. അതുപോലെ ഫ്ലാറ്റിൽ ജീവിക്കുന്നവർ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ മീനൊക്കെ നേരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് റൂമിൽ അങ്ങനെ നിൽക്കുക എന്നുള്ളത്. അതിന് ഞാനിവിടെ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡൗണി ഉണ്ടല്ലോ, കംഫർട്ട്, അതെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിന് കുറച്ചെടുത്തിട്ട് അതിൽ ഒഴിച്ച് വെക്കും. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ അതിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ മൊത്തം ഉണ്ടാവുക. അങ്ങനെ പിന്നെ ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് അങ്ങനെ മാറ്റാം. ഇപ്പം ഞാനിവിടെ 2 റെസിപ്പീസാണ് കാണിക്കുന്നത്. ഒന്ന് ക്രാബ് ഫ്രൈയും ഒന്ന് ക്രാബ് രസവും. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ക്രാബ് രസം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഞണ്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. നമ്മളെ ചെറിയ അമ്മിക്കുട്ടി ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് അവിടെ അങ്ങനെ വെച്ചിട്ട് മുട്ടി ഒന്നിങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ചതച്ചെടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ചതയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് തീർത്തും ഓപ്ഷനിലാണ്. രസത്തിൽ അങ്ങനെ മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളി ഉണ്ടല്ലോ പിഴിഞ്ഞിട്ട് ചേർക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടത് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരുമ്പോഴത്തേനും നമുക്ക്, ഞാനിവിടെ മൊത്തം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഗ്ലാസ് മുതൽ 2.5 ഗ്ലാസ് വരെയുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. രസത്തിൻ്റെ ലൂസിനനുസരിച്ച് ചിലവർക്ക് ലൂസായിട്ട് കുടിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇവിടെ എന്തായാലും ചോറിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് ഞാൻ ഇവിടെ രസം ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള ക്രാബ് ഇട്ട് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് വന്നാൽ മതി കേട്ടോ. ക്രാബിന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ തന്നെ ക്രാബ് രസം റെഡിയാണ്. പിന്നെ മല്ലിയില ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. അടുത്തത് ക്രാബ് ഫ്രൈൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ക്രാബ് ഇട്ട് കൊടുത്തിട്ട് ഈ മസാല അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് അതിൽ കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആ ഒരു മിക്സി ഒന്ന് ചുഴറ്റി പാരുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഇളക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പിന്നെ ഇത് പെട്ടെന്നാവും കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. 5 മിനിറ്റ് മാത്രമേ വേവിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് ആ വെള്ളം മുഴുവനെ വറ്റിച്ചെടുക്കണം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മസാല മുഴുവനെ എല്ലാത്തിലേക്കും പെടും കേട്ടോ, എല്ലാ സൈഡിലേക്കും എത്തിച്ചേരും. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവനെ വറ്റിച്ചെടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ പറഞ്ഞിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരാൻ കേട്ടോ. ഭയങ്കര ഒരു സ്മെല്ലാണത്. ഈ ഒരു മസാല മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് വയ്ക്കാൻ. വേറൊരു കറിയുടെ ഒരു ആവശ്യമൊന്നുമില്ല സത്യത്തിൽ. ഇതിൻ്റെ ഇതുപോലെ നടുഭാഗം ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ഇതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അതിന് നമ്മളിപ്പോൾ തൂമിക്കാൻ വേറെ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ് കേട്ടോ, ഭയങ്കര സിമ്പിളാണെന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ക്രാബ് കിട്ടുന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും പറയണേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ കളറ് കണ്ടിട്ടൊന്നും ഒരിക്കലും ഇത് ജഡ്ജ് ചെയ്യരുത്. അത്ര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫുഡ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കും വേണേ. നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സും ഒക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നവരേക്കും ഓക്കെ, ബായ്.